അപ്പോൾ അതിൻ്റെ ഈസി ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യന് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നേക്കണത് ലെങ്ത്ത് 400 മീറ്ററാണ്. പിന്നെ ബ്രാസിൻ്റെ സ്റ്റീലിൻ്റെയും രണ്ടായിട്ട് തന്നിട്ടുണ്ട്. വിഡ്ത്ത് തന്നിരിക്കുന്നത് 40 mm തിക്നെസ് തന്നേക്കുന്നത് 25 mm. പിന്നെ സ്റ്റീലിൻ്റെ കേസിലാകുമ്പോൾ 40 mm പിന്നെ 25 mm. പിന്നെ ഈ സ്റ്റീലിൻ്റെ തന്നേക്കുന്നത് 210 kN/mm². ആൻഡ് ബ്രാസിൻ്റെ തന്നിരിക്കുന്നത് 110 kN/mm². പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ 12 × 10⁻⁻⁶ പിന്നെ 17 × 5 × 10⁻⁻⁶. ഓക്കെ, അപ്പോൾ നമ്മളത് ഇനി ഇത് ഒരു ഫോർമാറ്റാണ്. നമ്മൾ എക്സാം എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഫോർമാറ്റ് എപ്പോഴും ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് L × 10⁻⁻3. നമ്മൾ SI യൂണിറ്റിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ബ്രാസ് 40 × 10⁻⁻3. അത് മീറ്ററിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. മീറ്ററിലേക്ക് ആക്കി കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് ഈ വാല്യൂ കിട്ടും. പിന്നെ സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ മീറ്ററിലേക്ക് ആക്കി ഈ വാല്യൂ കിട്ടി. പിന്നെ നമ്മൾക്ക് ഗിവൺ ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ എഴുതണം. ഇപ്പോൾ ഇത് 210 kN/mm². നമ്മുടെ SI യൂണിറ്റിലാകുമ്പോൾ kN ന്യൂട്ടണിലേക്ക് മാറ്റണം. അതിന് വേണ്ടി 10⁻3. പിന്നെ mm² താഴെയാണ് കിടക്കുന്നത്. അതിനെ മുകളിലോട്ട് കയറ്റണമെങ്കിൽ 10⁻⁻6 ആണ് mm-നെ ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്, ന്യൂട്ടണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. അതിന് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ, അതായത് ഈ ബാറിൻ്റെ താഴെയാണുള്ളൂ. അപ്പോൾ നമ്മളത് മേലോട്ട് മാറ്റുമ്പോൾ വരുന്ന ചേഞ്ചസ് ആണ് 10⁻6. അപ്പോൾ ടോട്ടലായിട്ട് വരുമ്പോൾ 210 × 10⁻9 വരും. അതേപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ബ്രാസിൻ്റെ 110 kN/m × 10⁻9 Nm². ഇനി ഇത് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ഇത് തുടങ്ങണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള ബാറ് ടെമ്പറേച്ചർ കാരണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന് തെർമൽ പ്രോപ്പർട്ടി കൂടുതലും ഒരെണ്ണത്തിന് തെർമൽ പ്രോപ്പർട്ടി കുറവുമായിരിക്കും. ഒരെണ്ണം പെട്ടെന്ന് എക്സ്പാൻഡ് ആവും, ഒരെണ്ണം മെല്ലെ എക്സ്പാൻഡ് ആവുള്ളൂ. അതാണ് ആ തെർമൽ പ്രോപ്പർട്ടി. അതാണ് ഈ ആൽഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊന്നും എക്സാക്റ്റ് ആയിട്ട് ഇത് തന്നെയാണ് മീനിങ് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമുക്കിപ്പോൾ എക്സാം ക്ലിയർ ചെയ്യാൻ ഇതൊക്കെ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫോഴ്സ് ഈക്വൽസ് ഈ രണ്ടിലും ഉണ്ടാകുന്ന ഫോഴ്സ് സെയിമാണ്. ഇന്ന് നമ്മളിപ്പോൾ വടം വലിക്കുന്ന പോലെ ഒരാൾ ടെൻസൈൽ സ്ട്രെസ് വലിക്കും. വടംവലി മത്സരം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒരെണ്ണം ടെൻസൈൽ സ്ട്രെസ്സാണ്, ഒരെണ്ണം നമ്മുടെ ഒരെണ്ണം കോംപ്രസീവാണ്. രണ്ടുപേർക്കും ഒരെണ്ണം വലിക്കുക ഒരെണ്ണം തള്ളുക, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതേപോലെ അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഇൻറ്റു ഏരിയ. സിഗ്മ എന്ന് വെച്ചാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യണം. ഒരു അൺനോൺ മാത്രം മതി നമുക്ക്. ഇതിപ്പോൾ രണ്ടും നമുക്ക് അൺനോണാണ്. ഏരിയ മാത്രം അറിയാം, ഈ രണ്ടിൻ്റെ ഏരിയ മാത്രം അറിയാം, ഇതറിയില്ല, നമ്മൾ സ്ട്രെസ് അറിയില്ല. അപ്പോൾ സ്ട്രെസ്സിന് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് AB നമ്മൾ സാധാരണ രണ്ട് ഇക്വേഷൻ ഈക്വൽ ആകുമ്പോൾ ഒന്നപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് രണ്ട് ഡിവിഷനാണ്, അല്ല മൾട്ടിപ്ലിക്കേഷനാണ് കിടക്കണത്. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷനാവും. അപ്പോൾ AB × S × B ഇത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ രണ്ടിൻ്റെ ഏരിയ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ AB എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ബ്രാസ്, നമുക്ക് ഇവിടെ കിട്ടിയ ഏരിയ ഓഫ് ബ്രാസ് കൊടുക്കുക. പിന്നെ ഏരിയ ഓഫ് സ്റ്റീലും കൊടുക്കുക ഡിവിഷനിൽ. ഏരിയ ഓഫ് ബ്രാസ് പിന്നെ ഏരിയ ഓഫ് സ്റ്റീൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് 1.5 എന്നുള്ള വാല്യൂ ആൻസറായിട്ട് കിട്ടും. പിന്നെ നമ്മളെ ഇക്വേഷനാണ് ഇനി നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലോങ്ങേഷൻ. ഇനി ഉണ്ടാവാൻ പോണത് രണ്ടിൻ്റെയും ഹൈറ്റ് ഒരുപോലെയല്ല. ഒരെണ്ണം 40 ഒരെണ്ണം 45. അപ്പോൾ ഇത് റിജിഡിലി ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ശക്തി ഈ ടെമ്പറേച്ചർ കാരണം ഈ ബാറിന് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ബ്രാസാണെങ്കിൽ ഈ പോയിന്റിലേക്ക് പെട്ടെന്ന് എത്തുകയും പിന്നെ അത് ചൂടാവുകയല്ല ചെയ്യുക. ചൂടായി കഴിഞ്ഞാൽ അത് താഴോട്ട് വരിക, അതായത് ഇനി അതിനടിച്ച് അമർത്തുക, ഇതിനെ പിടിച്ച് വലിക്കുക ചെയ്യുക. സ്റ്റീലിൻ്റെ ടെമ്പറേച്ചർ കാരണം അത് ഉയരുക ചെയ്യുക. അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ എഴുതിയിരിക്കണം.
ഇനി എഴുതേണ്ടത് ഈ നമ്മുടെ സ്ട്രെസ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ്. ഇത് നമ്മുടെ ഇലോങ്ങേഷൻ കാരണം ഉണ്ടാകുന്നത്. ഇതാ ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് കാരണം ഉണ്ടാവണ കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലസ് കൊടുക്കേണ്ടത് എപ്പോഴും ഈ തെർമൽ പ്രോപ്പർട്ടി കുറവുള്ള ആൾക്കും മൈനസ് കൊടുക്കേണ്ടത് എപ്പോഴും തെർമൽ പ്രോപ്പർട്ടി കൂടുതലുള്ള ആൾക്കും. അതായത് തെർമൽ പ്രോപ്പർട്ടി കൂടുതലുള്ള ആൾക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാസ് പെട്ടെന്ന് ഈ നമ്മുടെ ഒരു സർഫസിൻ്റെ അവിടെ വരെ എത്തുകയും പിന്നെ അത് തിരിച്ച് വരികയല്ലേ ചെയ്യുക. അപ്പോൾ അത് മൈനസാണ് തിരിച്ച് ഇങ്ങോട്ട്. ഇത് പ്ലസ്, ഇത് പോസിറ്റീവ് ഡയറക്ഷൻ. എക്സ് വൈ ഒക്കെ നമ്മൾ ഗ്രാഫ് അറിയാമല്ലോ. അപ്പോൾ ഇത് പോസിറ്റീവ് ഡയറക്ഷൻ, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ഇത് താഴോട്ടാണ് വരണേ. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ്, ഇതിന് പോസിറ്റീവും കൊടുത്തേ. എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ കൊടുത്തു. ഇനി FL/d, പിന്നെ ഈ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. അപ്പോൾ നമ്മൾ ആ സ്ട്രെസ്സിൻ്റെ ഇതിലേക്ക് മാറ്റണം. ഓക്കെ, സ്ട്രെസ്സിൻ്റെ ഇതിലേക്ക് മാറ്റണം. ഇനി നമ്മൾ ഇത് ആൽഫ ഇത് തന്നിട്ടുള്ളതാണ്, അത് അതേപോലെ എഴുതി. പിന്നെ ലെങ്ത്ത് നമ്മൾ അതും തന്നിട്ടുള്ളതാണ്, അതും നമ്മൾ എഴുതി. പിന്നെ ടെമ്പറേച്ചർ അതും തന്നിട്ടുള്ളതാണ്, അത് നമ്മൾ എഴുതി. പിന്നെ നമ്മൾ 1.25 ഇൻറ്റു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരെണ്ണത്തിൻ്റെ കേസിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മാറ്റി, നമ്മുടെ ബ്രാസിൻ്റെ സ്ട്രെസ്സിൻ്റെ കേസിലേക്ക് മാറ്റി. അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്തു. പിന്നെ അടിയിലത്തെ ഇത് തന്നിട്ടുള്ളതാണ് നമ്മുടെ സ്ട്രെസ്സ്. പിന്നെ ഇതെന്ന് പറയുമ്പോഴോ അതന്നെ, ഇതെന്ന് പറയുമ്പോൾ ആൽഫ തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഇത് അൺനോണാണ്. ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതിനൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഉണ്ട്. കാൽക്കുലേറ്റർ ഓൺ ആക്കിയിട്ട് 12 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 0.4 ഇൻറ്റു 80 പ്ലസ് ആൽഫ ബൈ സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1.25 ഇൻറ്റു ആൽഫ എക്സ് ഇൻറ്റു ലെങ്ത്ത് ബൈ 210 ഇൻറ്റു 10⁻⁹. ആൽഫ ഈക്വൽസ് 17.5 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു അവിടെ മൈനസാണ് കേട്ടോ, ഇൻറ്റു 0.4 ഇൻറ്റു 80 ഇൻറ്റു 80 മൈനസ് ആൽഫ എക്സ്. ആൽഫ എക്സ് നമ്മൾ സിഗ്മ, ഇതിലത്തെ അൺനോൺ ആയിട്ടുള്ള വാല്യൂവിനാണ് നമ്മൾ എക്സ് കൊടുക്കണം കേട്ടോ. അതായത് അൺനോൺ ആയിട്ടുള്ളത് സിഗ്മ ബി ആണ്. ഓക്കെ, സിഗ്മ ബി ഇൻറ്റു 0.4 ബൈ 110 ഇൻറ്റു 10⁻⁹. ഇനി ചെയ്യേണ്ടത് ഷിഫ്റ്റ് കാൽക്ക്. ഓക്കെ, അതിൻ്റെ മേലെ സോൾവ് ഉണ്ട്. ഇനി ഈക്വൽസ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ വരും, ഈ ഒരു വാല്യൂ വരും. അത് നമ്മൾ അതേപോലെ എഴുതിയെടുത്തിട്ട് 29248920.86 ഈക്വൽസ് അടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടിക്കണ്ട. പിന്നെ നമ്മൾ നേരത്തെ സിഗ്മ സ്റ്റീൽ എന്ന് പറയുമ്പോൾ 1.25 ഇൻറ്റു 29.24 ഇൻറ്റു 10⁻⁶ ആണ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത്. 10⁻⁶ ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ വാല്യൂ കിട്ടി. ഇത് കിട്ടി. ഇതെ ഇവിടെ നിന്നാണ് നമ്മൾ 1.25 ഇൻറ്റു സിഗ്മ ബി എന്നുള്ളത് അതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമുക്കിപ്പോൾ 9 മാർക്ക് ഔട്ട് ഓഫ് 9 ഡയറക്റ്റ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു മൊഡ്യൂളത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു.